ആലപ്പുഴ കൃപാസനത്തിലേക്ക് കെ.എസ്.ആർ.ടി.സിയുടെ ബജറ്റ് ടൂറിസത്തിന് 21-ന് തുടക്കമാകും. മാനന്തവാടിൽ നിന്നും കൊട്ടിയൂർ, പേരാവൂർ, ഇരിട്ടി വഴി ആഗസ്റ്റ് 21-ന് വെള്ളിയാഴ്ചയാണ് കൃപാസനത്തിലേക്ക് കെ.എസ്.ആർ.ടി.സിയുടെ ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള ആദ്യ ബസ് പുറപ്പെടുന്നത്. ആദ്യം ബുക്ക് ചെയ്യുന്ന 40 പേർക്കാണ് അവസരം. എല്ലാ വെള്ളിയാഴ്ചയും കെ.എസ്.ആർ.ടി.സി ആലപ്പുഴ കൃപാസനത്തിലേക്ക് തീർത്ഥയാത്ര ക്രമീകരിക്കുന്നുണ്ട്. കൂടുതലായി യാത്രക്കാർ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും തീർത്ഥയാത്ര സംഘടിപ്പിക്കും. സീറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും കെ.എസ്.ആർ.ടി.സി മാനന്തവാടി ഡിപ്പോയുടെ ബജറ്റ് ടൂറിസം സെല്ലിൻ്റെ 94 96 34 38 35 99 61 70 37 96 എന്ന നമ്പറുമായി ബന്ധപ്പെടണം. മലയോര മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കെ.എസ്.ആർ.ടി.സി കൂടുതൽ സർവീസുകൾ നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് UDF സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒരുക്കുന്നതെന്ന് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു വർഗീസ് പറഞ്ഞു. നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കൊട്ടിയൂർ വഴി മണത്തണ മലയോര ഹൈവേ വഴി ഇരിട്ടിയിലേക്ക് തുടർന്ന് സുൽത്താൻ ബത്തേരിയിലേക്കുമുള്ള ട്രിപ്പുകളായിട്ട് ഉള്ള വാഹനം. അപ്പം 21-ാം തീയതി മുതൽ മാനന്തവാടിയിൽ നിന്ന് ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിക്കൊണ്ട് മാനന്തവാടിയിൽ നിന്ന് കൊട്ടിയൂർ വഴി നമ്മുടെ പേരാവൂർ, ഇരിട്ടി, എറണാകുളം, ആലപ്പുഴ കൃപാസനം വഴി അത് എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഉദ്ദേശിക്കുന്നത്. ആള് കൂടുതലാണെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും ഓടും. മറ്റൊരു പ്രപ്പോസൽ കൂടി ഗവൺമെന്റ് പരിഗണിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. അത് ഈ ആലപ്പുഴ 2 ബസ് ഇപ്പോൾ മാനന്തവാടി ഡിപ്പോയിൽ പുതുതായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അധികമുള്ള 2 ബസ്സിന് വെച്ചുകൊണ്ട് ആലപ്പുഴ ട്രിപ്പ് എല്ലാ ദിവസവും അത് ഡെയിലി സർവീസ് ആക്കി മാറ്റാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഈ മേഖലയിൽ തിരുവനന്തപുരത്തേക്ക് കെ.എസ്.ആർ.ടി.സി സർവീസ് ഇല്ല. കൊട്ടിയൂർ തിരുവനന്തപുരം സർവീസ്, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തിരിച്ച് കൊട്ടിയൂരിലേക്ക് വൈകിട്ട് 5 മണിക്ക് കൊട്ടിയൂരിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ 7:30 8 മണിക്ക് തിരുവനന്തപുരത്ത് എത്തുന്ന രൂപത്തിൽ, അതുപോലെ തിരുവനന്തപുരത്ത് വൈകുന്നേരം 5 മണി 5:30 പുറപ്പെട്ട് ഇതുപോലെ വൈകുന്നേരം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് 6 മണിക്ക് കൊട്ടിയൂരെത്തുന്ന രൂപത്തിലുള്ള ഷെഡ്യൂളും തയ്യാറായി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മിനിസ്റ്റർ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് ഒരു പദ്ധതി, അതായത് നമ്മുടെ ഒരു കോയമ്പത്തൂർ സർവീസ് മലയോര മേഖലയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇരിട്ടി, അതുപോലെ തന്നെ ബത്തേരി, ഗൂഡല്ലൂർ, ഊട്ടി, കോയമ്പത്തൂർ സർവീസും വേളാങ്കണ്ണിയിലേക്ക് ഒരു സർവീസും അടക്കമുള്ള വളരെ ആവേശകരമായിട്ടുള്ള വാഹന സൗകര്യം കെ.എസ്.ആർ.ടി.സി സർവീസ് നമ്മുടെ മലയോര മേഖലയ്ക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ആളുകൾ ഈ സർവീസ് പരമാവധി ഉപയോഗപ്പെടുത്തണം. അതിന് കൂടുതലായി ആളുകൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് കെ.എസ്.ആർ.ടി.സിക്ക് കൂടുതലായി വാഹനങ്ങൾ അനുവദിക്കാനും നമ്മുടെ മേഖലയെ കൊണ്ട് ചേർത്ത് നിർത്താൻ കഴിയുക.